പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതിന്റെ അപ്രതീക്ഷിതമായ തിരിച്ചുവരവിനെ തുടർന്ന് ഒരുപാട് ചോദ്യങ്ങളാണ് ബാക്കിയാകുന്നത്. യഥാർത്ഥത്തിൽ അർജുന് എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം അറിയുന്നതിന് വേണ്ടി ഒടുവിൽ ഗൗതം മുന്നിലേക്ക് വരികയാണ്. എന്നാൽ തിരിച്ചു വന്നത് കറക്റ്റ് അർജുൻ ആയിരുന്നില്ല. അർജുന്റെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്ന ഒരു വ്യക്തിയായിരുന്നു. മാത്രവുമല്ല, ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഇടയാവുകയാണ് ഗൗതം. ഇതോടെ ഗൗതമിന്റെ മനസ്സിൽ പുതിയ സംശയങ്ങൾ വന്ന് തുടങ്ങുകയും ചെയ്യുന്നു. നന്ദയോട് നന്ദ ഇപ്പോൾ ചെയ്ത കാര്യത്തിൽ എന്തോ തെറ്റുപറ്റിയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നതായി പറയുന്ന ഗൗതം എന്തൊക്കെയോ പാകപ്പിഴകൾ നടക്കുന്നുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു. ഇവിടേക്ക് വന്നതിൽ അർജുൻ കാണിക്കുന്ന മാറ്റങ്ങൾ തന്നെ ഭയപ്പെടുത്തുന്നതായും പറഞ്ഞതിനെ തുടർന്ന് അങ്ങനെയൊന്നുമില്ല എന്നും, മാത്രവുമല്ല അർജുന്റെ ഓർമ്മ നഷ്ടപ്പെട്ടത് കൊണ്ടല്ലേ അർജുൻ അങ്ങനെയൊക്കെ പറയുന്നത്. അർജുൻ കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ് എങ്കിൽ പഴയ അർജുനായി തന്നെ ഇവിടെ കാണും എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങളെന്ന് വ്യക്തമാക്കുന്ന ഗൗതം അവിടെ നിന്ന് ഇറങ്ങിപ്പോയിരിക്കുകയാണ്. ഇതിനിടയിൽ അർജുനെ ചെന്ന് കണ്ട് കാര്യങ്ങൾ സംസാരിക്കുന്നതിന് പിങ്കി തയ്യാറാവുകയാണ്. ഈ കാര്യം അറിയുന്ന അർജുൻ പിങ്കിയുമായുള്ള പഴയ ബന്ധത്തെ പറ്റി എനിക്കൊന്നും ഓർമ്മയില്ല എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഇത് കേൾക്കുന്ന പിങ്കിയാകെ ഞെട്ടിപ്പോവുകയാണ്. തൻ്റെ മനസ്സിൽ ഇപ്പോഴും അർജുൻ മാത്രമാണ് ഉള്ളത്. അർജുനുമായുള്ള ഒരു ജീവിതം ഞാൻ വളരെയധികം സ്വപ്നം കണ്ടുകൊണ്ടാണ് ഇപ്പോഴും ജീവിക്കുന്നത് എന്നും, അർജുൻ തിരികെ വന്നതിനെ തുടർന്ന് വീണ്ടും പഴയ സ്വപ്നങ്ങളെല്ലാം തൻ്റെ മനസ്സിലേക്ക് വന്നു തുടങ്ങി എന്ന് പറയുകയും ചെയ്യുന്ന പിങ്കി ഇനിയും എന്നെ ഉപേക്ഷിച്ച് പോകരുത് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ്. ഇതോടെ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് അർജുൻ പോവുകയാണ്. പക്ഷേ അർജുന്റെ മനസ്സിൽ പഴയ കുറെ സത്യങ്ങൾ ഉണ്ടായിരുന്നു. മാത്രവുമല്ല, തൻ്റെ കണക്കുകൂട്ടലുകളെല്ലാം നടത്തിയെടുത്തേ ഇനി താൻ ഇവിടെ നിന്ന് മടങ്ങുകയുള്ളൂ എന്നുള്ള തീരുമാനവും എടുത്തുകൊണ്ടാണ് അർജുൻ പുതിയ പദ്ധതികൾ പ്ലാൻ ചെയ്യുന്നത്. ഇതിനിടയിലാണ് അർജുന്റെ ഈ നീക്കങ്ങളെ പറ്റി ഗൗതം മനസ്സിലാക്കുന്നത്. തിരികെ വന്ന അർജുന്റെ മനസ്സിൽ കൃത്യമായ പ്ലാനിങ്ങുകളുണ്ട് എന്ന് തിരിച്ചറിയുന്ന ഗൗതം ഇതേ തുടർന്ന് അർജുനെ ചെന്ന് കണ്ട് ചോദ്യം ചെയ്യാൻ ആരംഭിക്കുന്നു. മാത്രവുമല്ല, പോലീസ് രീതിയിലുള്ള ചോദ്യങ്ങൾക്ക് തന്നെ നിർബന്ധിക്കരുത് എന്ന് വ്യക്തമാക്കുന്ന ഗൗതം കോർപ്പറേറ്റ് ചെയ്യുകയാണ് എങ്കിൽ ഒരു പ്രശ്നവുമില്ലാതെ മുന്നോട്ട് പോകാമെന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഇതിനിടയിൽ അവിടേക്ക് കയറി വരികയാണ് അർജുന്റെ അമ്മ. തൽക്കാലത്തേക്ക് അർജുൻ അത് രക്ഷയാവുകയാണ്. അർജുനെ വെറുതെ ചോദ്യം ചെയ്ത് പേടിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് വ്യക്തമാക്കുന്ന അവർ ഇത് തന്റെ അർജുൻ തന്നെയാണ് എന്ന് ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നു. പക്ഷേ മടങ്ങി വന്ന അർജുൻ പഴയ അർജുൻ അല്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണ് ഗൗതം. എല്ലാവരും സത്യം മനസ്സിലാക്കുക തന്നെ വേണമെന്നും ചതിയിൽ വെറുതെ പോയി ചാടരുത് എന്നുമുള്ള നിർദ്ദേശം നൽകുന്ന ഗൗതം നിങ്ങളെല്ലാവരും ഇപ്പോൾ കാണിക്കുന്നത് മണ്ടത്തരമാണ് എന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ആരും ഗൗതമിന്റെ വാക്ക് വിലപിക്കുന്നില്ല. വന്നത് അർജുൻ തന്നെയാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് മുന്നിലേക്ക് പോകുമ്പോഴാണ് പുതിയ നീക്കങ്ങളുമായി അർജുൻ മുന്നിലേക്ക് എത്തുന്നത്. ഇത് അപ്രതീക്ഷിതമായ തിരിച്ചടിയാകുന്നു. ഒടുവിൽ നന്ദയ്ക്ക് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.